ഞങ്ങൾ നിയമസഭയിൽ ഞാൻ തന്നെ അദ്ദേഹം മന്ത്രിയായിരിക്കുമ്പോൾ ഗുരുതരമായ ആക്ഷേപം ഉന്നയിച്ചതാണ്. അദ്ദേഹത്തെ മന്ത്രിയാക്കാൻ പാടില്ലായിരുന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ് പിണറായി വിജയൻ അദ്ദേഹത്തെ മന്ത്രിയാക്കിയത്. എന്തൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. ലഹരി മരുന്ന് അടിവസ്ത്രത്തിൽ ഒളിപ്പിച്ചു കൊണ്ടുവന്ന ഒരാളെ, ഒരു വിദേശിയായിട്ടുള്ള ആളെ രക്ഷിക്കുന്നതിന് വേണ്ടി തൊണ്ടി മുതൽ അവിടെ നിന്ന് വാങ്ങിച്ചെടുത്ത് ആ അടിവസ്ത്രം വെട്ടിച്ചുരുക്കി അയാൾക്ക് പാകമല്ലാത്ത രീതിയിലാക്കി കളവ് കൃത്രിമം കാണിച്ച ഒരാൾ ആണ് അദ്ദേഹം. ലഹരി മരുന്ന് കൊണ്ടുവന്ന ഒരാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിയ ഒരാളാണ്. എന്നിട്ടാണ് ആ ആളെ ഇത് അറിഞ്ഞുകൊണ്ട് പിണറായി വിജയൻ മന്ത്രിസഭയിലാക്കിയത്. ഗുരുതരമായ തെറ്റാണ് എന്ന് നിയമസഭയിൽ ഞാൻ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ തന്നെ അതിശക്തമായി അതിനെതിരായി നിലപാടെടുത്തതാണ്. അദ്ദേഹത്തെ 2.5 വർഷം മന്ത്രിയാക്കി കൊണ്ട് നടന്നു. ഇത് അറിഞ്ഞുകൊണ്ടാണ്. ഈ എല്ലാ ഇന്റലിജൻസും എല്ലാം സംവിധാനം ഉള്ളതാണ് പോലീസ്. എന്നിട്ട് ഇങ്ങനെ ഒരാളെ മന്ത്രിയാക്കി. ഒരിക്കലും ആക്കാൻ പാടില്ലായിരുന്നു അദ്ദേഹത്തെ നിയമസഭയിൽ പോലും മത്സരിക്കാൻ സീറ്റ് കൊടുക്കാൻ പാടില്ലായിരുന്നു. കാരണം ഗുരുതരമായൊരു കുറ്റകൃത്യമാണ് അദ്ദേഹം ചെയ്തത്. ഒരാൾക്കും യോജിക്കാൻ പറ്റാത്ത, എന്നിട്ട് വെറുതെ വിടുകയും ചെയ്തു. ഈ പ്രതിയെ, ഈ വിദേശിയായിട്ടുള്ള ആളെ വെറുതെ വിടാൻ ഈ കൃത്രിമം കാണിച്ച് ചെയ്തു. കോടതിക്ക് സംശയം തോന്നിയതുകൊണ്ടാണ് കോടതി 2ാമത് നിലവെടുത്ത് ചെയ്തത്. ഇത് തന്നെയാണ് ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശബരിമല സ്വർണ്ണ കൊള്ള കേസിൽ സ്വർണം കൊള്ള ചെയ്ത ആളുകൾ മുഴുവൻ CPM നേതാക്കന്മാർ ജയിലിൽ കിടക്കാണ്. അവരെ ഇപ്പോഴും സംരക്ഷിക്കുകയാണ്. ഒരു നടപടി അവർക്കെതിരെ എടുക്കൂല. അവരെ പ്രൊട്ടക്ട് ചെയ്യാണ്. അവർക്ക് കൊട പിടിച്ചു കൊടുക്കുകയാണ്. കൊള്ളക്കാർക്ക് കൊട പിടിച്ചു കൊടുക്കുന്ന സർക്കാരാണിത്. അതൊന്നുകൂടി തെളിയിച്ചിരിക്കാന്ന ഈ സംഭവത്തോടുകൂടി. തീർച്ചയായിട്ടും അല്ല എന്ന് തന്നെ എന്റെ അഭിപ്രായം. ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് രംഗത്തെത്തിയിട്ടുണ്ട്. അവരൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല. ഞങ്ങൾ അവരുമായിട്ടുള്ള ചർച്ച തുടങ്ങിയിട്ടില്ലല്ലോ. പിന്നെ നിങ്ങൾ അവരോട് അത് എപ്പോഴും എല്ലാ പാർട്ടികൾക്കും കൂടുതൽ സീറ്റിന്റെ ആവശ്യം ഉണ്ടാവും. ഞങ്ങൾ അവരുമായിട്ട് ചർച്ചയില്ല. അതൊക്കെ നിങ്ങൾ നോക്കിക്കോ. ഞങ്ങൾ ചർച്ചയൊക്കെ വളരെ തുടങ്ങാൻ പോവാണ്. 1-ാം തീയതി കഴിഞ്ഞാൽ തുടങ്ങി. ഞങ്ങൾ അടുത്ത ദിവസം തുടങ്ങി ചർച്ചകളൊക്കെ ഭംഗിയായിട്ട് ഞങ്ങൾ തീർക്കും. അതിപ്പോൾ കോൺഗ്രസിനും ആഗ്രഹമുണ്ട് കൂടുതൽ സീറ്റിൽ മത്സരിക്കണമെന്ന്, 100 സീറ്റ് ആക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. നടക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിന് സീറ്റ് കൊടുക്കണമെന്ന് അല്ല, അത്തരം കാര്യങ്ങളെ കുറിച്ച് ഒന്നും സംസാരിച്ചിട്ടില്ല. ഒരു സംസാരം നടത്തിയിട്ടില്ല. നിങ്ങൾ ചോദിക്കണൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ വേണ്ടി ചോദിക്കാനേ. ഞാൻ പറഞ്ഞില്ലേ, ടീം അല്ല പോസിറ്റീവായിട്ടാണ് പറഞ്ഞത്, കളിയാക്കി പറഞ്ഞതല്ല. അത് UDF ഒരു കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാൻ ആരെക്കൊണ്ടും പറ്റില്ല. അത് LDF ചാൻസ്. പണ്ട് പോലും നിങ്ങൾ ഈ കോൺഗ്രസിന്റെയും UDF-ന്റെയും പുറകെ നടക്കും. ഇപ്പൊ വളരെ സാധ്യത കുറവാണ്. ടീം UDF ആണ് ഇപ്പൊ. അപ്പുറത്ത് ശിഥിലമായ LDF ആണ്. ചതിയൻ ചന്തു, മറ്റേ EM ശ്രീ, ഒരുപാട് കുഴപ്പം പിടിച്ച് നിൽക്കുന്നത് LDF-ലാണ്. നിങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഇതുപോലത്തെ വാർത്തകൾ ഉണ്ടാക്കാൻ ഏറ്റവും സാധ്യത LDF നേതാക്കന്മാരോട് പോയി ചോദിക്കുന്നതാണ് കുറച്ചുകൂടി ഇനി ബുദ്ധി. കാരണം ടീം UDF ആണെങ്കിൽ സംശയം വേണ്ട. വെള്ളാപ്പള്ളിയുടെ അവഹേളനം ഇന്നിപ്പോൾ യൂത്ത് കോൺഗ്രസിനെ എന്ന് പറഞ്ഞുകൊണ്ട് അവഹേളിച്ചിട്ടുണ്ട്. അപ്പോ ഇതിന് മൂക്ക് കയറിയിട്ടുണ്ട് അദ്ദേഹം തന്നെയാണോ? അത് എന്റെ ആഗ്രഹം ഒരാൾ മൂക്ക് കയറിടരുതെന്നാണ്. അടുത്ത തെരഞ്ഞെടുപ്പ് വരെ അദ്ദേഹം എല്ലാ ആഴ്ചയിലും പറ്റുമെങ്കിൽ എല്ലാ ദിവസവും ഇതുപോലെ പത്രസമ്മേളനം നടത്തണം എന്നാണ് എന്റെ അഭിപ്രായം. അതിനെ ഇതുപോലെ തന്നെ പിണറായി വിജയൻ സംരക്ഷിക്കാൻ വേണം. നല്ല തെരഞ്ഞെടുപ്പല്ലേ, ഒരു ദിവസം പോലും മുടങ്ങരുതെന്നാണ് എന്റെ ആഗ്രഹം. ഒരാൾ മൂക്ക് കയറിടാൻ പോലും പറയട്ടെ. രാഹുൽ മാങ്കൂട്ടത്തിനെ മത്സരിപ്പിക്കുന്ന ഒരു ആവശ്യമായി BJP എനിക്കറിയില്ല. ഇന്ന് രാവിലെ 16 വയസ്സുള്ള മകൻ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വേണ്ടി പ്രവർത്തനത്തിനിറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് അമ്മ, ഒരു പാർട്ടിയുടെ മനസ്സെത്ര മാത്രം അധപ്പതിച്ചിരിക്കുന്നത്. ഒരു പാർട്ടി പ്രവർത്തകനായിരുന്ന ഒരാൾ മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു ജോലി കൊടുത്താണ് ചെറിയ തുക ശമ്പളം കിട്ടുന്നത്. അവരുടെ മകൻ, 16 വയസ്സുള്ള മകൻ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പിന് ഇറങ്ങിയെന്ന് പറഞ്ഞ് അവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്ന ഒരു പാർട്ടി എത്രമാത്രം അധപ്പതിച്ചിരിക്കുന്നതെന്നാണ് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം. എത്രമാത്രം ഒരു പാർട്ടിക്കാരനായിരുന്നു അവരുടെ ഭർത്താവ്, മരിച്ചുപോയ ഭർത്താവ് പാർട്ടിക്കാരനായിരുന്നു. അതുകൊണ്ടാണല്ലോ ജോലി കൊടുത്തത്, അവരെ രക്ഷിക്കാൻ, കുടുംബത്തെ രക്ഷിക്കാൻ. 16 വയസ്സുള്ള മകൻ രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയതിന്റെ പേരിൽ അവരെ പിരിച്ചുവിട്ട ഒരു പാർട്ടി. അങ്ങനെയാണ് അവരെ ഇപ്പൊ ജനങ്ങൾ പുറത്താക്കിക്കൊണ്ടിരിക്കുന്നത്. ഉറപ്പായിട്ടും എല്ലാ വിധത്തിലുള്ള സഹായം അവർക്ക് കൊടുക്കും. തീർച്ചയായിട്ടും സംഘടനാപരമായ കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ ഈ അടിമാലിയിൽ കഴിഞ്ഞ ദിവസം മണ്ണിടിഞ്ഞ് വീണ ഒരാൾ മരിക്കുകയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കാല് മുറിച്ചു മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് നൽകിയ വാഗ്ദാനങ്ങളൊന്നും തന്നെ ഇതുവരെ പാലിക്കപ്പെട്ടു. ഞാൻ ആ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടു. ഗൗരവത്തോടു കൂടി അത് ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തും. ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള നടപടികൾ ചെയ്യും.
നിന്ന് വാടക പോലും നൽകുന്നില്ല. തീർച്ചയായിട്ടും ഞാൻ ആ വാർത്ത ശ്രദ്ധിച്ചു. ഉറപ്പായി ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി അടിയന്തരമായ സഹായം ചെയ്യുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തും. ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് നിരുത്തരവാദിത്തപരമായ ശ്രമമാണെങ്കിൽ ആ കുടുംബത്തെ സഹായിക്കുന്നതിനുള്ള ശ്രമങ്ങൾ ഞങ്ങൾ നടത്തും. ഉറപ്പായും ഒന്ന് ശ്രദ്ധിക്കാം.